ഇന്ന് നമ്മൾ ഒരു ചെറിയ ടോപ്പിക്കാണ് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് സൾഫോണിക് ആസിഡ് ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗം കൂടി കഴിഞ്ഞു. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ദ കമ്പാരിസൺ ഓഫ് എ ആസിഡ് സ്ട്രെങ്ത് ഓഫ് എ ആൽക്കഹോൾസ്, ഫീനോൾസ്, കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് സൾഫോണിക് ആസിഡ്. ആൽക്കഹോൾസ്, phenols, carboxylic acids and sulfonic acids. നമുക്ക് പഠിച്ചുള്ള കാര്യമാണ്. ആൽക്കഹോൾസ്, ഫീനോൾസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡ്സും സൾഫോണിക് ആസിഡ്സും നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇതില് ആസിഡ് സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. അതായത് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസിഡ് ഈസ് എ പ്രോട്ടോൺ ഡോണർ. യു കെൻ സീ ദാറ്റ് ഇതിലൊക്കെ നമുക്ക് ആ ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന പ്രോട്ടോണെ കാണാൻ പറ്റും. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ പ്രോട്ടോണിന് എത്രത്തോളം വലുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അത് ആസിഡിക് ആയിരിക്കും എന്നർത്ഥം. സ്ട്രോങ് ആസിഡ് ഈസ് എ വെരി efficient proton donor. A weak acid is a poor proton donor. പ്രോട്ടോൺ എത്രത്തോളം എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റും അത്രത്തോളം സ്ട്രോങ് ആസിഡ് ആയിരിക്കും നമുക്ക് പറയാം. ഈ പ്രോട്ടോൺ വിട്ടുകൊടുക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും? യു കെൻ സീ ദാറ്റ് ദ റിലീസ് ഓഫ് ദി പ്രോട്ടോൺ result in the formation of the corresponding anion or the conjugate base. നമുക്ക് പേരറിയാം. ഒരു ആസിഡിനെ നമുക്ക് വേണമെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് HA എന്ന് എഴുതാം. ഇരുട്ടോ ഒരു മിനിറ്റ് ഒന്നരായിട്ട് HA എന്ന് എഴുതാം ആസിഡ്. HA എന്ന് പറഞ്ഞാൽ എന്താവും? എ എന്ന് പറഞ്ഞാല് ആസിഡ്. ഇതൊക്കെ HA എന്ന് പറഞ്ഞാൽ RO ആണ്. ഇവിടെ A എന്ന് പറഞ്ഞാൽ ARO ആണ്. ഇവിടെ A എന്ന് പറഞ്ഞാല് RCO ആണ്. ഇവിടെ A എന്ന് പറഞ്ഞാല് ArSO2 പോലെയുള്ള സാധനം. ഒരു വലിയ മോളിക് ഭാഗവും ഫ്രാഗ്മെന്റും ഒരു എച്ചും കൂടി ചേർന്നാൽ ആസിഡ്. എന്നാൽ എച്ചിനെ വിട്ടുകൊടുത്താൽ അതിന്റെ ബാക്കി വരുന്ന അതിന്റെ കോൺജുഗേറ്റ് ബേസ്. അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? അപ്പോ H+A- H+ പോയാല് ബാക്കി വരുന്ന ഇതിനാണ് അതിന്റെ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആസിഡിന് അതിന്റെ കോൺജുഗേറ്റ് ബേസ് ആവാൻ ടെൻഡൻസി. കോൺജുഗേറ്റ് ബേസ് ആവാൻ അർത്ഥം പ്രോട്ടോണിനെ റിലീസ് ചെയ്യാൻ അർത്ഥം. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അത് കൂടുതൽ സ്ട്രോങ്ലി അസിഡിക് ആയിരിക്കും എന്നർത്ഥം. പറയുന്നത് ക്ലിയർ ആണോ? സോ ദ acidity of a proton actually depends on the tendency of the acid to become its conjugate base. Conjugate base ആവാന്ന് പറഞ്ഞാല് പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെയാണ്. പ്രോട്ടോൺ റിലീസ് ചെയ്യുന്ന ടെൻഡൻസി കാണിക്കുന്നു, അതിന്റെ ആസിഡ് സ്ട്രെങ്ത് കാണിക്കുന്നു. പ്രോട്ടോൺ റിലീസ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? അതിന് കോൺജുഗേറ്റ് ബേസ് ആണ് ടെൻഡൻസി. കോൺജുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആണോ അത്രത്തോളം അത് എളുപ്പത്തിൽ കോൺജുഗേറ്റ് ബേസ് ആയി മാറുമെന്ന് അർത്ഥം. ഈ A+ പോയിട്ട് H+ പോയിട്ട് ബാക്കി A- വളരെ അൺസ്റ്റേബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ A- ആവാൻ ടെൻഡൻസി അതിന് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാല് കോൺജുഗേറ്റ് ബേസ് ആവാൻ ടെൻഡൻസി ഉണ്ടാവില്ല. അത് അത്രത്തോളം അസിഡിക് ആയിരിക്കില്ല എന്നർത്ഥം. കോൺജുഗേറ്റ് ബേസ് ആവാൻ ടെൻഡൻസി ഇല്ല എങ്കിൽ അത് H+ വിട്ടുകൊടുക്കുകയില്ല എന്നർത്ഥം. നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതിലിപ്പോൾ ആരാണ് ഇതില് ഞാൻ എഴുതിയ ഓർഡർ തന്നെയാണ് ശരിക്കും പറഞ്ഞാല് ആസിഡിന്റെ സ്ട്രെങ്ത്. ഏറ്റവും വീക്ക് ആസിഡ് ആൽക്കഹോളാണ്, പിന്നെ ഫീനോളാണ്, പിന്നെ കാർബോക്സിലിക് ആസിഡ് ആണ്, പിന്നെ സൾഫോണിക് ആസിഡ് ആണ്. ആൽക്കഹോൾസിന്റെ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആൽക്കഹോൾസ് ഇവരാണ് എന്താ കിട്ടുക? H പോയാൽ ബാക്കി H+, RO- is called the alkoxide ion. We can say the alkoxide ion is the conjugate acid base of this acid. ഈ ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് A- എന്ന് പറയുന്നത്. ഈ ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് RO- എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് പ്രോട്ടോൺ മാറിക്കഴിഞ്ഞാൽ എന്ത് ബാക്കി വരുന്നോ അതിനാണ് അതിന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബേസിനോട് ഒരു പ്രോട്ടോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നു? അതാണ് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോൺജുഗേറ്റ് ബേസ്.
You remove a proton from the acid, you get its conjugate base. You add a proton to a base, you get its conjugate acid. Clear? Okay. അപ്പോൾ ഈ RO മൈനസ് എന്ന് പറഞ്ഞ സാധനം അത്രത്തോളം സ്റ്റേബിളായി പ്രത്യേക സ്റ്റെബിലിറ്റി പ്രതിയം മാത്രമൊന്നുമില്ല. എന്നാലും ROH എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ഓക്സിജൻ ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോൺ പെയർ ഓക്സിജന്റെ ഹൈഡ്രജൻ അടുത്തുള്ള ഈ ഇലക്ട്രോൺ പെയർ ഓക്സിജനോട് കൂടുതൽ അടുത്തിരിക്കുകയും സ്വാഭാവികമായിട്ടും H+ പോലെ ചെറിയ ടെൻഡൻസി ഉണ്ടാവുകയും പോയി കഴിഞ്ഞാൽ ബാക്കി RO മൈനസ് അയോൺ ആവുകയും ചെയ്യും. ആൽക്കഹോൾ ഈസ് എ വെരി വീക്ക് ബേസ്, എക്സ്ട്രീംലി വീക്ക് ബേസ്. ഇറ്റ് ഹാസ് എ വെരി ലിറ്റിൽ ടെൻഡൻസി ടു ionize or to release proton. എന്നാൽ പ്രോട്ടോൺ റിലീസ് ചെയ്യുന്ന അപൂർവ കേസുകളിൽ ഒരു സ്ട്രോങ് ഇലക്ട്രോൺ പോസിറ്റീവ് മെറ്റലൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ അത് ആൽക്കോക്സൈഡ് അയോണായി മാറുന്നുണ്ട്. ടെൻഡൻസി വളരെ കുറവാണ്, കാരണം ആൽക്കോക്സൈഡ് അയോണിന് സ്റ്റെബിലിറ്റി അത്ര കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൽക്കോക്സൈഡ് അയോൺ ആവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലൊന്നുമില്ല. എന്നാലും ഓക്സിജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ആ ഹൈഡ്രജനെ പ്രോട്ടോണായിട്ട് റിലീസ് ചെയ്യാൻ ചെറിയൊരു ടെൻഡൻസി ആൽക്കഹോളിനുണ്ട്. ഈ ഫിനോൾ എത്തിയാലോ, ഫിനോളിന്റെ കേസ്, ഫിനോൾ OH ഗ്രൂപ്പ് പിന്നെ ഉള്ളത്, പക്ഷേ ഫിനോൾ വേറെ പ്രശ്നമാണ്. നമുക്കറിയാം ഫിനോളിന്റെ കേസ് വരുമ്പോഴേ ഫിനോൾസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് നമുക്കറിയാം. നമ്മളിപ്പോൾ ഫിനോൾ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ C6H5OH എന്നുള്ള കോമ്പൗണ്ട്. ഇതാണ് ഫിനോൾ. ഇതാണ് ഫിനോൾ. ഈ ഫിനോൾ അയണൈസ് നമ്മൾ പറയുന്നത് പ്രോട്ടോൺ റിലീസ് ചെയ്യുക. പ്രോട്ടോൺ റിലീസ് ചെയ്ത് എന്താ കിട്ടുക? -H+. പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ അതിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആവും. കോഞ്ചുഗേറ്റ് ബേസ് എന്താണ്? O-. H+ പോയാൽ O-. ഇതാണ് ഫിനോളിന്റെ കോഞ്ചുഗേറ്റ് ബേസ്. കോഞ്ചുഗേറ്റ് ബേസ് ആണ് ഇത്. And it is called the phenoxide ion. ഈ phenoxide ion ആണ് ഫിനോളിന്റെ കോഞ്ചുഗേറ്റ് ബേസ്. ഈ phenoxide ion നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ധന്യമായിട്ടാണ് this phenoxide ion is stabilized by resonance. You can see that this negative charge can തിരിച്ചാണ് വരക്കണേ. അങ്ങനെ ഇങ്ങോട്ട് വരക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കണ്ട. പകുതി കൊണ്ട് മാത്രം അങ്ങനെ വരച്ചാണ്. ഓക്കെ, ഇതിങ്ങനെയായി മാറും. ഇതിവിടെ നിൽക്കും. നമുക്കറിയാം ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടില്ല, നിങ്ങൾക്കറിയാം. നെഗറ്റീവ് ചാർജ് ഓക്സിജനിൽ സഞ്ചരിച്ച് ഫസ്റ്റ് കാർബണിലെത്തി, ഫസ്റ്റ് സഞ്ചരിച്ച് ഫസ്റ്റ് അല്ല സെക്കൻഡ് കാർബണിലെത്തി, സെക്കൻഡ് സഞ്ചരിച്ച് ഫോർത്ത് കാർബണിലെത്തി, ഫോർത്ത് സഞ്ചരിച്ചിട്ട് എടുത്തു സിക്സ്ത് കാർബണിലെത്തും. പോയി ഇങ്ങനെയായി ഇങ്ങനെയാവും. അപ്പോഴെന്തായി? അപ്പോൾ അടുത്ത സർക്കിൾ വരും. You can see that the negative charge travels from this oxygen to the second carbon, then to the fourth carbon, then to the sixth carbon. Or we say these are the contributing structures of the resonance. The resonance structure ആണ്. നമുക്കറിയാം resonance എന്ന് പറഞ്ഞാൽ വളരെ stable ആണ്. If there is resonance in a structure, that structure is stable, that molecule or ion is stable. അപ്പോൾ phenoxide ion extra stability എന്തുകൊണ്ടാണ്? Because of resonance. അത് ആൽക്കോക്സൈഡ് അയോണിലില്ല. ആൽക്കഹോൾ ആയാലും ഫിനോൾ ആയാലും രണ്ടിലും OH ഗ്രൂപ്പാണ് ഉള്ളതെങ്കിലും ആൽക്കോക്സൈഡിനെ അപേക്ഷിച്ച് ഫിനോക്സൈഡ് അയോൺ കൂടുതൽ സ്റ്റേബിൾ ആണ്. ആൽക്കോക്സൈഡിനെ അപേക്ഷിച്ച് ഫിനോക്സൈഡ് അയോൺ കൂടുതൽ സ്റ്റേബിൾ ആണ് ഡ്യൂ ടു റെസൊണൻസ്. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഫിനോക്സൈഡ് അയോൺ കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് ഫിനോളിന് ഫിനോക്സൈഡ് ആവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും.
compared to the tendency of a alcohol to get converted into alkoxide. Alkoxide ആകുന്നതിനേക്കാളും കൂടുതൽ ടെൻഡൻസി ആയിട്ടാണ് ഫിനോളിന് ഫിനോക്സൈഡ് ആവുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഫിനോക്സൈഡ് അയോൺ ഈ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. ഇത് വരച്ച് കാണിക്കുമ്പോൾ അത് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇതിങ്ങനെ റെസൊണൻസ് ഉണ്ടാവുന്നപ്പോൾ എന്തുകൊണ്ടാണ്? H+ പോയതുകൊണ്ടാണ്. H+ പോയാലാണ് ഈ സഞ്ചാരം നടക്കും. അതുകൊണ്ട് തന്നെ H+ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഫിനോളിന് കൂടുതലായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ആൽക്കഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ കമ്പയർ ടു ആൽക്കഹോൾ ഫിനോൾസ് ആർ മോർ അസിഡിക്. ക്ലിയർ ആകുന്നില്ല? ആൽക്കഹോള് NaOH റിയാക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഫിനോള് NaOH റിയാക്ട് ചെയ്യുന്നു. ആൽക്കഹോള് വളരെ വീക്ക് ആസിഡാണ്, അത്രയും വീക്കാണ്. NaOH പോലും സ്ട്രോങ് ബേസ് ആയിട്ട് പോലും റിയാക്ട് ചെയ്യാനുള്ള കഴിവില്ല, അത്രയും വീക്ക് ആസിഡാണ് ആൽക്കഹോള്. പക്ഷെ ഫിനോൾ ആകുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. വി കൻ സീ ദാറ്റ് ഫിനോൾസ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസ്. ആൻഡ് വി കൻ give an example. We can cite a point regarding this. You can see that phenol reacts with sodium hydroxide forming sodium salt of phenol or sodium dioxide, but alcohols will not. Why? Alcohols are weak acids compared to phenols. Why phenols are strong acids? Because of the resonance stabilization of the phenoxide ion. Once the phenol molecule loses that proton, it can get stabilized by resonance. Okay. ഇപ്പോൾ ഫിനോള് കൂടുതൽ അസിഡിക് ആവാനുള്ള കാരണം ഒറ്റ വാക്ക് പറഞ്ഞത് എന്താണ്? ഫിനോക്സൈഡ് അയോൺ, അതായത് കോൺജുഗേറ്റ് ബേസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു കോൺജുഗേറ്റ് ബേസ് എത്ര സ്റ്റേബിൾ ആണോ അത്രയും ആ മോളിക്യൂള് ആസിഡ് അസിഡിക് ആയിരിക്കും. ദ മോർ സ്റ്റേബിൾ ദ കോൺജുഗേറ്റ് ബേസ്, ദ മോർ അസിഡിക് വിൽ ബി ദ കോമ്പൗണ്ട്. അപ്പോൾ ഫിനോൾ എന്നുള്ള കോമ്പൗണ്ട് അതിന്റെ കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആയതുകൊണ്ട് ഫിനോൾ എന്നുള്ള കോമ്പൗണ്ട് കൂടുതൽ അസിഡിക് ആണ് കമ്പയർഡ് ടു ആൽക്കഹോൾ. ശ്രദ്ധിക്കുക, ബോത്ത് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ഹാവ് എ OH group, but phenol is more acidic than alcohol. But you find ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഈ സ്ട്രക്ചറും ഈ സ്ട്രക്ചർ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഇതിലും കാർബണിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്, ഇതിൽ ഓക്സിജനിലാണ്. മനസ്സിലാക്കുന്നത് അടുത്ത പോയിട്ട് മനസ്സിലാവും. എല്ലാം റെസൊണൻസ് സ്ട്രക്ചറുണ്ട് സ്റ്റേബിൾ ആണെങ്കിൽ തന്നെ റെസൊണൻസ് അത്രയും കൂടുതൽ സ്റ്റേബിൾ ആണ്. കാരണം എന്താണ്? Here in one of the contributing structures the negative charge is present on the oxygen, in all others is present on carbon. So these structures are not identical structures. വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. മനസ്സിലായില്ലേ? ഓരോ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോന്നും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ്, കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. ഇതൊക്കെ നെഗറ്റീവ് ചാർജ് സെക്കൻഡിലാണ്, നെഗറ്റീവ് ചാർജ് ഫോർത്തിലാണ്, നെഗറ്റീവ് ചാർജ് സിക്സ്തിലാണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഓക്സിജനിലാണ്. ഓക്കെ, എന്നാലും ഇതിന് റെസൊണൻസ് ആണ്, കൂടുതൽ സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ഫിനോൾസ് ആൽക്കഹോളിനെ അപേക്ഷിച്ച് കൂടുതൽ അസിഡിക് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാർബോക്സിലിക് ആസിഡ് നമ്മൾ നേരത്തെ വളരെ വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡ്സ് ആർ acidic again. When carboxylic acid loses a proton, it gets converted into the carboxylate ion or the conjugate base of a carboxylic acid. Okay, and here we can say here also there is resonance. തിരിച്ച് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നാൽ ഇത് കിട്ടും, ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. ഇത് രണ്ടും ഒരു വ്യത്യാസമില്ലാത്ത രണ്ട് ഐഡന്റിക്കൽ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആണ്. ഒരു വ്യത്യാസമില്ല, പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇതൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ട്രിപ്പിൾ മാർക്കിട്ട പോലെയാണെന്നല്ല. These two are identical canonical structures, and if the canonical structures are identical, such a resonance is a more stable. നമ്മൾ പഠിച്ചിട്ടുണ്ട്, resonance പഠിച്ചിട്ടുണ്ട്. Canonical structures or contributing structures ഒരുപോലെയാണെങ്കിൽ അത് കൂടുതൽ സ്റ്റേബിൾ ആണ്. ഒരുപോലെയാണ്, കൂടുതൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ കാർബോക്സിലേറ്റ് അയോൺ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്, ഈസ് മോർ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ് ദാൻ ഫിനോക്സൈഡ് അയോൺ. ഫിനോക്സൈഡിൽ 3-4 സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഓരോന്നും വ്യത്യസ്തമാണ്. ഇവിടെ രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ റെസൊണൻസ് ഫിനോക്സൈഡ് റെസൊണൻസിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് കാർബോക്സിലിക് ആസിഡ് ഫിനോൾസിനേക്കാളും കൂടുതൽ അസിഡിക് ആണ്. So, a carboxylic acid is more acidic than phenol. Even though there is resonance both in phenol and carboxylic acid, in the phenoxide ion, conjugate base of phenol is stabilized by resonance.
the carboxylate ion. So then the conjugate base of a carboxylate is also stabilized by resonance. But the carboxylate ion has a more stable resonance. Why? Because of the identical chemical structure. The phenoxyl ion has a less stable resonance because of different canonical structures. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് കൂടുതൽ ശരിക്കും ഇവിടെ റെസൊണൻസിന്റെ കൂടുതൽ സ്റ്റേബിൾ ആയ റെസൊണൻസ് ആണ്. ഇവിടെ റെസൊണൻസിന്റെ അത്രത്തോളം സ്റ്റേബിൾ അല്ല, ഇവിടെ റെസൊണൻസ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ അതിനേക്കാൾ കൂടുതൽ. ആർക്കാണ് ആസിഡ് ഉള്ളത് ശ്രദ്ധിക്കാം. ആസിഡ് പ്രോട്ടോൺ വിട്ട് പോയാൽ ബാക്കി വരുന്ന കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലിറ്റി ആവും. ആസിഡ് സ്റ്റെബിലിറ്റി അല്ല നോക്കുന്നത്. കോൺജുഗേറ്റ് ബേസ് കൂടുതൽ സ്റ്റേബിൾ ആണെങ്കിൽ മോളിക്യൂൾ കൂടുതൽ, അല്ലെങ്കിൽ ആസിഡ് കൂടുതൽ അസിഡിക് ആയിരിക്കും. ഇതുകൊണ്ടാണ് ആ പ്രോട്ടോൺ വിട്ടാലാണ് കോൺജുഗേറ്റ് ബേസ് ആവുന്നത്. പ്രോട്ടോൺ വിട്ടാൽ കൂടുതൽ സ്റ്റേബിൾ ഒരു സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ പ്രോട്ടോൺ വേഗം വിടും. അതുകൊണ്ടാണ് ഫിനോളിനേക്കാളും കൂടുതൽ എളുപ്പത്തിൽ കാർബോക്സിലിക് ആസിഡ് പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നത്. ഭയങ്കര മഴയാണ് ചേർന്നുണ്ടാവും. ഇനി നമ്മൾ സൾഫോണിക് ആസിഡിൽ വന്നാലോ? സൾഫോണിക് ആസിഡ് വളരെ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ. ചെയ്താല് sulfuric C6H5SO2OH or SO2 SO3H. ഇത് പ്രോട്ടോൺ വിട്ട് കഴിഞ്ഞാൽ ഇത് അതിന്റെ കോൺജുഗേറ്റ് ബേസ്. ഇതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് സൾഫോണിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ RCOOH ന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ഇത്. ഇവിടെ SO3H ന്റെ 6 നമ്മൾ തൽക്കാലം രണ്ടായിരം എടുക്കുന്നതല്ല. വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാം. നെഗറ്റീവ് ചാർജിന് പകരം ഇവിടെ എത്താം, നെഗറ്റീവ് ചാർജിന് പകരം ഇവിടെ എത്താം, ഇവിടെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇതിന് എത്ര ഒരുപോലത്തെ ഒരുപോലത്തെ രണ്ട് സ്ട്രക്ചേഴ്സേ കാണും. കാരണം എന്താണ്? ഇങ്ങോട്ട് മാത്രമേ സഞ്ചരിക്കുന്നതിന് ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ഇതിലാണെങ്കിലോ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെയും ഡബിൾ ബോണ്ട്. You can draw three structures, identical structures, no difference at all. അപ്പോൾ സൾഫോണിക് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലൈസേഷൻ കാർബോക്സിലിക് ആസിഡിനെക്കാൾ പിന്നെയും കൂടുതലാണ്. അത് മനസ്സിലാക്കുക. Because there are three identical canonical structures or contributing structures for sulfonate ion. This sulfonate ion, whereas there are only two identical structures for carboxylate ion. അത് മനസ്സിലാക്കുക. ഒരേപോലെയുള്ള സ്ട്രക്ചർ രണ്ടെണ്ണം ഇതിന് പോസിബിൾ ആണ്, ഇതിന് മൂന്നെണ്ണം പോസിബിൾ ആണ്. ഇതിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ഇതാണ്. ശ്രദ്ധിക്കുക, സ്റ്റേബിൾ എന്ന് പറയുന്നത് ആരാണ്? ആസിഡ് അല്ല, അതിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. കോൺജുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആകുന്നോ മോളിക്യൂൾ കൂടുതൽ അസിഡിക് ആയിരിക്കും. അപ്പോൾ സൾഫോണിക് ആസിഡ് മാക്സിമം അസിഡിക് ആയിരിക്കും. പറയുന്നത് ക്ലിയർ ആണല്ലോ? ഇസ് ദ മാക്സിമം അസിഡിക് ബിക്കോസ് ഇത് മൂന്ന് വരക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വരക്കാം, വളരെ എളുപ്പമാണ്. നെഗറ്റീവ് ചാർജ് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് ഡബിൾ ബോണ്ട് വരക്കുക. നെഗറ്റീവ് ചാർജ് വരയ്ക്കെങ്കിൽ ഇവിടെയും ഡബിൾ ബോണ്ട് വരക്കുക. നെഗറ്റീവ് ചാർജ് ഇവിടെ വരക്കുകയാണെങ്കിൽ ഇവിടെയും ഡബിൾ ബോണ്ട് വരക്കുക. You can draw, you can cite three identical contributing structures for the conjugate base of a sulfonic acid. So sulfonic acids are very strong acids. They have a very great tendency to lose protons, because once it loses the proton, the remaining thing, that the conjugate base, is stabilized by very strong resonance in the case of a sulfonic acid. So if we compare the acid strength of sulfonic acid, we can see that of the four sulfonic acid, compare the acid strength of all these four alcohols, phenols, carboxylic acid, sulfonic acid, the acid strength increases in this direction. That is, phenols are more acidic than alcohols, carboxylic acids are more acidic than phenols, and sulfonic acid are more acidic than carboxylic acid. So the least acidic are the alcohols, then comes the phenols, then comes the carboxylic acid, and the strongest ones are the sulfonic acid. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? എക്സാമ്പിൾ ഒക്കെ കാണിക്കാൻ പറ്റും. നമ്മുടെ ഇതിനെല്ലാം റിയാക്ട് ചെയ്യുന്ന സാധനങ്ങൾ വളരെ കുറവാണ്, അത് മനസ്സിലാക്കുക. മെറ്റാലിക് സോഡിയം will react with ROH.
to form RONA. ROH plus Na will give RONA. Hydrogen is liberated. So you can say acid metal react acid hydrogen liberated in the molecules or compounds are acids are those compounds which react with active metals to release hydrogen. Sodium react with alcohol. Sodium hydroxide, sodium carbonate, sodium bicarbonate react with alcohol. Alcohols are very weak acids. Sodium react in the Savayato, inner strong react some say ARONAO, RCONAO, ArSO2ONAO. Sodium can react with all these four compounds. Sodium വളരെ strongly electropositive മാത്രമാണ് ആൽക്കഹോൾ റിയാക്ട് ചെയ്യുന്നത്. ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യാൻ നമ്മൾ അയണിനോ നിക്കലിനോ കൊബാൾട്ടിനോ ഒന്നും പറ്റില്ല. കാരണം എന്താണ്, അത്രത്തോളം സ്ട്രോങ്ലി ഇലക്ട്രോപോസിറ്റീവ് അല്ല, അല്ലെങ്കിൽ എന്തല്ല ആൽക്കഹോൾ അത്രത്തോളം സ്ട്രോങ് ആസിഡ് അല്ല. നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടി ഒരു ബേസിക് ആയ കോമ്പൗണ്ട് ആണ് സോഡിയം ബൈകാർബണേറ്റ്. Sodium bicarbonate will not react with ROH. Sodium bicarbonate will not react with the phenol. Sodium bicarbonate will react with the carboxylic acid. So sodium bicarbonate ഒരു വീക്ക് ബേസിനെ ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം എന്താണ്, ഇത് വളരെ സ്ട്രോങ് ആസിഡ് ആണ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യാതെ സംശയമില്ല. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എങ്കിൽ, ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിട്ട് വരും, മനസ്സിലായിട്ട് പറയുന്നത്. കാരണം എന്താണ്, ഇത് സ്ട്രോങ്ങർ ആണ്. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് റിയാക്ട് വിത്ത് നോട്ട് വിത്ത് ആൽക്കഹോൾ, നോട്ട് വിത്ത് ഫിനോൾ, ബട്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് ആൻഡ് സൾഫോണിക് ആസിഡ്. ആൻഡ് ഇറ്റ് ടേക്ക് എ സ്ട്രോങ്ങർ ബേസ് NaOH. NaOH ആണെങ്കിൽ ഇതുമായിട്ട് റിയാക്ട് ചെയ്യും, ഇതുമായിട്ട് റിയാക്ട് ചെയ്യില്ല. NaOH കുറച്ചൊരു സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ അതിന് ഇവിടം വരെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ബൈകാർബണേറ്റ് ഒരു വീക്ക് ബേസ് ആണ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യും, അതിന് മേലോട്ട് റിയാക്ട് ചെയ്യില്ല. മനസ്സിലാകുന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെ സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഇതൊഴികെ ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യും. ആൽക്കഹോളുമായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിന് റിയാക്ട് എന്തുകൊണ്ടില്ല? ബിക്കോസ് ആൽക്കഹോൾസ് ആർ എക്സ്ട്രീംലി വീക്ക് ആസിഡ്. ആൽക്കഹോൾസിന്റെ ആസിഡ് സ്ട്രെങ്ത് നമുക്ക് കാണിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. റിയാക്ഷൻ വിത്ത് ആൽക്കലി മെറ്റൽസ് ലൈക്ക് സോഡിയം ഓർ പൊട്ടാസ്യം. മനസ്സിലായില്ലേ? അതുപോലെയുള്ള സ്ട്രോങ്ലി ഇലക്ട്രോപോസിറ്റീവ് മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷൻ മാത്രമേ ആൽക്കഹോൾസിന്റെ ആസിഡ് സ്ട്രെങ്ത് നമുക്ക് കാണിക്കാൻ പറ്റിയ ഒരു റിയാക്ഷൻ ഉള്ളൂ. കാരണം അത്രയും വീക്ക് ആസിഡാണ് ആൽക്കഹോൾ. നേരെ പറഞ്ഞ് ഫിനോൾ ആണെങ്കിൽ ഫിനോൾ ക്യാൻ റിയാക്ട് വിത്ത് NaOH ഫോമിംഗ് സോഡിയം ഫിനോക്സൈഡ്. ArOH plus NaOH giving ArONA plus H2 എന്നുള്ള റിയാക്ഷൻ, ആസിഡ് ബേസ് റിയാക്ഷൻ. പക്ഷെ അത് ആൽക്കഹോൾ വരില്ല. ArOH റിയാക്ട് ചെയ്യും, ഇത് റിയാക്ട് ചെയ്യും NaOH. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാലോ വീക്ക് ബേസ് ആണ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യില്ല, ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കൂട്ടത്തിലെ 4 കൂട്ടത്തില് ആൽക്കഹോൾ ഏറ്റവും വീക്കാണ്, ഫിനോൾ കുറച്ചുകൂടി സ്ട്രോങ് ആണ്, കാർബോക്സിലിക് ആസിഡ് വലിയ സ്ട്രോങ് ആണ്, സൾഫോണിക് ആസിഡ് സ്ട്രോങ്ങസ്റ്റ് ആണ്. കാരണം കൃത്യമായി മനസ്സിലാക്കുക. കാരണം പറയാം, ഏറ്റവും നല്ല റീസൺ പറയാനുള്ളത്, വേറെ പല റീസൺ പറയാൻ കുഴപ്പമില്ല, അത്രത്തോളം ഞാൻ പോകുന്നില്ല. ദ സ്റ്റെബിലൈസേഷൻ ഓഫ് ദി കോഞ്ചുഗേറ്റ് ബേസ്. കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലൈസേഷൻ, അതായത് പ്രോട്ടോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന, പ്രോട്ടോൺ ലൂസ് ചെയ്താണല്ലോ അസിഡിക് ആവാൻ പറ്റും. പ്രോട്ടോൺ വിട്ടുകൊടുക്കാൻ ടെൻഡൻസിബിൾ വരിക, ബാക്കി വരുന്ന ഭാഗം വളരെ സ്റ്റേബിൾ ആണ്. പ്രോട്ടോൺ പോട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ പോട്ടെന്ന് വിചാരിക്കുമ്പോൾ ബാക്കി വരുന്നതുകൊണ്ട് ആൽക്കോക്സൈഡ് ആണ്. അതിന് പ്രത്യേക സ്റ്റെബിലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ആൽക്കഹോൾ വളരെ വീക്ക് ആസിഡ് ആണ്. നേരെ മാറ്റി ഫിനോക്സൈഡില് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, നമ്മൾ വരച്ച് കാണിച്ചു. ഇത് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിലും സ്ട്രക്ചർ പല രൂപത്തിലാണ്. അതുകൊണ്ട് സ്റ്റെബിൾ ആണെങ്കിലും അത്രത്തോളം സ്ട്രോങ് അല്ല ഫിനോൾ. കാർബോക്സിലേറ്റ് വരുമ്പോഴോ കാർബോക്സിലിക് ആസിഡിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആയ കാർബോക്സിലേറ്റ് വരുമ്പോൾ റെസൊണൻസ് ഉണ്ട്, മാത്രമല്ല ഒരു സ്ട്രോങ് റെസൊണൻസ് ആണ്. രണ്ടും ഒരേപോലെയുള്ള സ്ട്രക്ചറാണ്. ദാറ്റ്സ് എ വെരി സ്റ്റേബിൾ റെസൊണൻസ് ഇൻ ദി കേസ് ഓഫ് കാർബോക്സിലേറ്റ് അയോൺ. And when it comes to sulfonic acid, again it is more stable resonance because SO3 minus SO3 minus I will put that ion is stabilized by resonance. It has a 3 equivalent contributing structures. That means it is very stable again. Not sulfonic acid, the
കോഞ്ചുഗേറ്റ് ബേസ് ആണ് മാറിപ്പോയത്. പല കുട്ടികളും പരീക്ഷകളിൽ സൾഫോണിക് ആസിഡ് സ്റ്റെബിലിറ്റി ഇതല്ല, സൾഫോണേറ്റ് അയോൺ പ്രോട്ടോൺ പോയി ബാക്കി വരുന്ന അയോണിന്റെ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കൂടിയാൽ മോളിക്യൂൾ കൂടുതൽ അസിഡിക് ആയിരിക്കും. കോമ്പൗണ്ട് ഈസ് ഹൈലി അസിഡിക് ബിക്കോസ് ഓഫ് ദി വെരി ഹൈ resonance stabilization of the conjugate base. ഓക്കെ, ഇതോടുകൂടി ആ കാർബോക്സിലിക് ആസിഡ് ആൻഡ് സൾഫോണിക് ആസിഡ് ചാപ്റ്റർ നമുക്ക് അവസാനിച്ചു. നാളെ മുതൽ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ.